ഇന്ന് ഞാൻ ഒരു 2x2 ക്യൂബിൻ്റെ ഈസി സൊല്യൂഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ, ഒരു 3x3 ക്യൂബിനെ നല്ലോണം ബേസാക്കി നല്ലോണം മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് ഇതൊന്ന് വളരെ എളുപ്പം വലിയ പാടൊന്നും കൂടാതെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ 3x3 ക്യൂബ് ഞാൻ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ കണ്ടാദ്യം നല്ലോണം പഠിച്ചിട്ട് വേണം ഇത് കണ്ട് മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് കിടക്കാം. ഒരു 3x3 ക്യൂബിനുള്ള പോലെ തന്നെ നല്ല സിമിലാരിറ്റീസ് എന്തുവാണ് പറയാനുള്ളത്? 6 ഇതുണ്ട്. പക്ഷേ ഡിഫറൻസ് മെയിനായിട്ട് പറയാനുള്ളത് എന്തുവാ? ഇതിനുള്ള കണക്ക് മിഡിൽ പീസും എഡ്ജ് പീസുകളും ഇതിനില്ല. എന്ന് വെച്ചാൽ ഇതിനാകെ ഉള്ളത് കോർണറുകളാണ്. ഈ കോർണറുകൾ മാത്രമേ ഇതിനുള്ളൂ. 3x3 ക്യൂബിനുള്ളത് പോലെ മിഡിൽ പീസും എഡ്ജ് പീസുകളും ഒന്നുമില്ല. കോർണർ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടെ റിസ്കി ആയിട്ടാണ് നമ്മൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിലൊക്കെ നല്ലോണം ഇതൊക്കെ സ്റ്റെപ്പ് മനസ്സിലാക്കിയാൽ എളുപ്പം തന്നെ സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് സ്റ്റെപ്സൊക്കെ ഞാൻ ഇന്നാളെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം ജസ്റ്റ് പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ കളർ കോമ്പിനേഷൻ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. എന്ന് വെച്ചാൽ വൈറ്റിന് ഓപ്പോസിറ്റ് എല്ലാം യെല്ലോ ആയിരിക്കും, ബ്ലൂവിന് ഓപ്പോസിറ്റ് ഗ്രീനും, റോസിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പിങ്കിന് ഓപ്പോസിറ്റ് ഓറഞ്ചും, അല്ലെങ്കിൽ റെഡിന് ഓപ്പോസിറ്റ് ഓറഞ്ചും. അങ്ങനെ ഒരു പാറ്റേണിലാണ് സാധാരണ വരാറുള്ളത്. അതെല്ലാം നിങ്ങൾ നോക്കി ആദ്യം തന്നെ സെറ്റാക്കി മനസ്സിലാക്കി വെച്ചേക്കണം. എന്നിട്ട് തിരിച്ച് ഡിസോൾവ് ചെയ്യാനൊക്കെ പോകാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഈ 2x2 ക്യൂബ് ആദ്യം സോൾവ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ നൊട്ടേഷൻസ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേക്കാം. നൊട്ടേഷൻസ് എന്ന് വെച്ചാൽ ഈ ലെയർ റൈറ്റ് സൈഡിനെ മുകളിലോട്ട് കൊണ്ടുവന്ന R, തിരിച്ചാക്കുന്ന R', ലെഫ്റ്റ് സൈഡിനെ താഴോട്ടാക്കുന്ന L', മുകളിലോട്ടാക്കുന്ന L'. ഇത് ഈ മണ്ടലത്തെ ടോപ്പ് ലെയറിനെ റൈറ്റിലോട്ട് ഇരിക്കുന്ന U, തിരിച്ചാക്കുമ്പോൾ U'. ഈ ഡൗൺ ലെയറിനെ ഇടത്തോട്ടാക്കുന്ന D, തിരിച്ചാക്കുന്ന D'. പിന്നെ ഈ ലെയറിനെ മൊത്തത്തിൽ റൈറ്റിലോട്ട് ഇറങ്ങുന്ന F, ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുന്നതിന് F, തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്ക് F'. അങ്ങനെ അതെല്ലാം ഞാൻ മുമ്പ് 3x3ൻ്റെയും 4x4ൻ്റെയും എല്ലാ വീഡിയോയിലും മുമ്പ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇനി അടുത്തതായി കളർ സ്കീമെല്ലാം നിങ്ങൾക്ക് വ്യക്തമായല്ലോ. എപ്പോഴും വൈറ്റിന് ഓപ്പോസിറ്റ് യെല്ലോ, ഗ്രീൻ ഓപ്പോസിറ്റ് ബ്ലൂ, പിങ്ക് അല്ലെങ്കിൽ റെഡിന് ഓപ്പോസിറ്റ് ഓറഞ്ച്. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേരെ. ഇനി മെയിൻ വ്യത്യാസം മിഡിൽ പീസും എഡ്ജ് പീസും ഇല്ല, കോർണർ പീസ് മാത്രമേ ഇത് പ്രസൻ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഷഫിൾ ചെയ്യാം. ഒരുവിധം ഷഫിളായിട്ടിരുന്നു. നമ്മൾ മറ്റേ ക്യൂബുകളിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. പക്ഷേ ആദ്യം നമ്മൾ എന്താ ചെയ്യും? ഒരു വൈറ്റ് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യും. നമ്മൾ പൊതുവേ വൈറ്റാണ് സെലക്ട് ചെയ്യുന്നത്. വൈറ്റ് സെലക്ട് ചെയ്തിട്ട് എന്താ ചെയ്യും? ഒരു ക്രോസ് ക്രിയേറ്റ് ചെയ്യും. ഇതിനകത്ത് ക്രോസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ ഒരു ഘട്ടവും ഇല്ല. പിന്നെ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്? ആ വൈറ്റിനകത്ത് കോർണർ പീസ് 4 സ്യൂട്ടാക്കും. അത് തന്നെ ഇത് ചെയ്യുന്നു. ഇവിടുത്തെ എല്ലാ കോർണർ പീസുകളും സ്യൂട്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒന്ന് ബേസായിട്ട് സെലക്ട് ചെയ്തു. ഞാൻ ഇതാണ് തൊട്ട് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ കൂടെ വരുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? പിങ്കും ബ്ലൂവും. അപ്പോൾ ഇവിടെ വരേണ്ടത് വൈറ്റ്, ബ്ലൂ, പിങ്കിന് റെഡിന് ഓപ്പോസിറ്റ് എന്താണ് പറഞ്ഞത്? ഓറഞ്ച്. അങ്ങനെ ഒരു കട്ട ഉണ്ടോയെന്ന് നോക്കും. ഇതിനെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പിടിച്ചിട്ടാൽ മതി. ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് നമ്മുടെ യുക്തി പോലെ അങ്ങ് പിടിച്ചിട്ടാൽ മതി. ഈ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യാൻ വലിയ ഇക്വേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് കോമൺ സെൻസ് ഇത്രയും ഉള്ളൂ. ചുമ്മാ നമ്മുടെയൊക്കെ അന്നേരം യുക്തിക്ക് എന്താണ് തോന്നുന്നത് അതേപോലെ പിടിച്ചിട്ടാൽ മതി. ഇനി അടുത്ത ഇവിടെ എന്താണ് വരുന്നത്? വൈറ്റ് വരും, പിങ്ക് വരും, ബ്ലൂവിന് ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഗ്രീൻ ഇവിടെ വരും. അങ്ങനെ ഒന്നുണ്ടോ? അതാണ്ട് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ആദ്യം ഇതിന് താഴെ പിടിച്ചിടുക. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇങ്ങനെ എങ്ങനെ ഈ ലെയറിന് L', നമ്മൾക്ക് ഇത് ഈ രീതിയിൽ പറയുമ്പോൾ L' എന്ന് പറയും. അതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടാൽ മതി. മാച്ചായിട്ടുണ്ട്. ഇനി മറ്റേ ഇതെന്ത് ചെയ്യും? മറ്റേ വൈറ്റിൻ്റെ പീസ് പക്ഷേ തേർഡ് ഓപ്പോസിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതിനെ നമുക്ക് ആദ്യം ഈ ലെയറിലോട്ട് കൊണ്ടിടണം. എന്നിട്ടേ നമുക്ക് എളുപ്പം പിടിച്ചിടാകും. അതിന് വേണ്ടി ജസ്റ്റ്
എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി ഈ ലെയറിൽ കൊണ്ടുവന്നു. ഇപ്പോൾ എന്ത് പറ്റി? മറ്റേ ഡിസ്റ്റർബായി പോയി. അതിനുവേണ്ടി അത് മാറാൻ വേണ്ടി, ഡിസ്റ്റർബ് ആവാതെ തിരിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിനെ ഇവിടുന്ന് മാറ്റി ഏതെങ്കിലും ഒരു പൊസിഷൻ ആക്കി ഇട്ടിട്ട് മറ്റേതങ്ങ് തിരിച്ചിട്ടാൽ മതി. അതിന് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇപ്പം സോൾവ് ആയിട്ടുണ്ട്. ഇപ്പം മറ്റേത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഫസ്റ്റ് ലെയറിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളിടത്ത് പിടിച്ചിടുക. ഗ്രീനിൻ്റെ അടുത്തും പിടിച്ചിട്ടു, ഓറഞ്ച് ഉള്ളിടത്തും പിടിച്ചിട്ടു. ഇനി നമ്മൾ മറ്റേ 3x3-നകത്ത് ഈ കോർണർ പീസ് ഇങ്ങനെ വരുമ്പോൾ ചെയ്യുന്ന അതേ ഇക്വേഷൻ തന്നെ, അതേ റൂള് അതേപോലെ തന്നെ. അതറിയാവുന്ന ഒരാൾക്ക് ഇത് സിമ്പിളായിട്ട് വളരെയധികം എളുപ്പം ചെയ്യാവുന്നതാണ്. ഇനി എന്താണ്? ഇപ്പോൾ ഈ സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ഇരിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഭാഗം മുകളിലോട്ട്, പിന്നെ 2 ജസ്റ്റ് റിവേഴ്സ് ചെയ്താൽ മതി. ഓക്കെ, അതൊന്ന് വൈറ്റ് സൈഡ് ഫുള്ള് സോൾവ് ആയിട്ടുണ്ട്. അതോടൊപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം സോൾവ് ആയിട്ടുണ്ട്. ഇനി നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന യെല്ലോ സൈഡ് ഫുള്ള് സോൾവ് ആക്കി ഫുള്ള് മാച്ചാക്കി ഇടുക. അത്രയേ ഉള്ളൂ. ഇതിന് 3-4 കേസുകൾ വരും. ഒന്നെങ്കിൽ ഇപ്പോൾ കിടക്കുന്നതാണ് 2 മഞ്ഞ കളർ വരും, ഒന്നെങ്കിൽ 1 കളർ മാത്രം വരും, ഒന്നെങ്കിൽ ഒന്നും വരത്തില്ല. അങ്ങനെ പല കേസുകൾ വരും. അതെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കണം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യെല്ലോയെ നമ്മുടെ ഇടത്തെ പാമിൽ ഈ കോർണറിൽ, ലെഫ്റ്റിൽ ഇവിടുത്തെ കോർണറിൽ വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് നമ്മൾ 3x3-ൽ ചെയ്യുന്ന അതേ ഒരു ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. RU അത് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു? ഇങ്ങനെ വന്നു. ഇപ്പോഴും നിങ്ങൾ അതേ ഇക്വേഷൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇടത്തെ കോർണറിൽ ഒരു മഞ്ഞ പീസ് പിടിച്ചിട്ട് RU ഇപ്പോൾ എന്ത് വന്നു? 2 ഇത് വന്നു. 2 എണ്ണം വന്നാൽ ഇനി നിങ്ങൾ പിടിക്കേണ്ട രീതിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതെന്താണ്? 2 മഞ്ഞ കളർ ഒരുമിച്ച് ഒരു ലീനിയറായിട്ട് ഇങ്ങനെ വന്നാൽ നിങ്ങൾ പിടിക്കേണ്ട രീതി എന്ന് വെച്ചാൽ, ഒരെല്ലോ ഈ ഭാഗത്തല്ല ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഭാഗത്ത് നിങ്ങളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അടിയിലത്തെ ലെയറിൽ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചിട്ട് ഇപ്പം ചെയ്ത അതേ ഇക്വേഷൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. RU ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടി അതേപോലെ കിട്ടി. ഇനി ആ ഇക്വേഷൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. RU വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഒരു സ്റ്റേജ് എത്തുന്ന വരെ. ഇപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് യെല്ലോ സോൾവായി കിട്ടി. പക്ഷേ ഇടയ്ക്ക് ഒത്തിരി അടുത്ത് ഡിസ്റ്റർബൻസ് ഉണ്ട്. ആദ്യം നിങ്ങൾക്ക് ഏതെങ്കിലും കറക്റ്റ് ഏകദേശം മാച്ചാകുന്ന ഒരിടം ഉണ്ടാവും നോക്കുക. ഇപ്പോൾ ഇതും മാച്ചായിട്ടുണ്ട്, ഇതും മാച്ചായിട്ടുണ്ട്. ഇത് 2 ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ മാച്ച് ആയിരിക്കുന്ന ഇടത്തെ ഫേസിൽ പിടിക്കുക. എന്നിട്ട് RI പിന്നെ U പ്രൈം, പിന്നെ ഇത് ഒന്ന് താക്കുക ഇങ്ങോട്ട്. ഇത് 2 മുകളിലോട്ട്, ഇതിങ്ങനെ ഒന്ന് താക്കുക, ഇങ്ങനെ മുകളിലോട്ട് ഇടത്തോട്ട്, ഇങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് തിരിക്കുമ്പം നിങ്ങൾക്ക് ഫുള്ളി സോൾവായി കിട്ടും. ഇപ്പോൾ ഇങ്ങനെ കിട്ടാത്ത ചിലവരുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വേറെ ചില ഇക്വേഷൻ പാരിറ്റീസ് വന്ന് ചിലവർക്ക് കിട്ടാത്തതുണ്ട്. ആ കേസ് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് 2 മഞ്ഞ ഇങ്ങനെയും വേറെ 2 ഇതിൽ ഡിസ്റ്റർബ് വന്നാലും ചെയ്യേണ്ടതെന്ന് ഈ ഇക്വേഷൻ RU R' പയ്യെ പറയുകയാണ്, U', പിന്നെ താഴോട്ട് ഇങ്ങനെ, പിന്നെ U 2 പ്രാവശ്യം, പിന്നെ ഇതിങ്ങനെ താഴോട്ട് വലത്തോട്ട്, ഇത് മുകളിലോട്ട്, ഇങ്ങോട്ട് താഴോട്ട്, പിന്നെ ഇതിങ്ങനെയും കൂടെ ഇടുമ്പോഴത്തേക്ക് ഇത് ഫുള്ളി സോൾവായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇതേപോലെ വേറെ ചില പാരിറ്റി കേസുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒട്ടിച്ച് നോക്കാം. പിന്നീട് വരുന്ന ചാൻസസ് ആണ് മണ്ടയിൽ ഒരു കളർ പോലും വരുന്നില്ല, സൈഡുകളിൽ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ എല്ലാമൊക്കെ ഒരുമിച്ച് കിടക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ RU ആ ഇക്വേഷൻ തന്നെ, സെയിം ഇക്വേഷൻ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പം മണ്ടയിൽ ഏതെങ്കിലും വരുമായിരിക്കാം. അങ്ങനെ നോക്കുക. അതേ നമുക്ക് മാർഗമുള്ളൂ. RU ഇപ്പോൾ മണ്ട ഒരെണ്ണം വന്നില്ലേ. ഇനി അതിനെ ഇടത്തെ സൈഡിൽ ഇവിടെ പിടിച്ചിട്ട്
ഈ ഇക്വേഷൻ അത് തന്നെ റിപ്പീറ്റ് അടിക്കുക. ഇപ്പോൾ നമുക്ക് 4 സോൾവായി, പക്ഷേ കിട്ടിയില്ല. 2 ഡിസ്റ്റർബ്. അത് ഞാൻ സോൾവ് ആയതിനെ പിടിച്ചിടുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു വലിയൊരു ഇക്വേഷൻ വരുന്നുണ്ട്, ആ ഇക്വേഷൻ ചെയ്യുക. ഇക്വേഷൻ ഇതാണ്. ആദ്യം നിങ്ങൾ എന്താണ്, ഒന്നും കൂടെ കണ്ടീഷൻസ് പറയുകയാണ്. നിർബന്ധമായിട്ടും നിങ്ങളുടെ ഇടത്തെ ഭാഗത്തുണ്ടെങ്കിലേ ഇത് ക്ലിയറായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ഇടത്തെ ഭാഗത്ത് പിടിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറയുകയാണ്. ഇപ്പം 2 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് റിവൈൻഡ് അടിച്ച് വേണമെങ്കിൽ കേൾക്കാവുന്നതാണ്. RUR ഇങ്ങനെ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചില ചാൻസസ് വരുമ്പോൾ ഈ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് ചെയ്ത് നമുക്ക് ഫൈനൽ എൻഡ് പ്രോഡക്റ്റായി നമ്മുടെ വിജയത്തിലായ ഫുൾ സോൾവ് ആക്കി നമുക്ക് കിട്ടണം. അത് തന്നെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് എത്രയായാലും നമ്മൾ പരമാവധി ട്രൈ ചെയ്ത് സോൾവ് ചെയ്തെടുത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ റുബിക്സ് ക്യൂബ് ട്യൂട്ടോറിയൽ 2x2x2ൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഇതേപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് സ്റ്റഡി. ഗുഡ് ബൈ.